Audio Jungle. Audio Jungle. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ആടിൻ്റെ മൂള വെച്ചിട്ട് ഒരു പൊരിച്ചതാണ്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ആടിൻ്റെ മൂള ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ചേരുവകളൊന്ന് ക്രഷായിട്ട് ചതച്ചെടുക്കണം. ഒരു 3 പച്ചമുളക്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, 6-7 അല്ലി ചെറിയ ഉള്ളി അതിന് ടേസ്റ്റ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഞാൻ ചേർക്കുന്നത്, ഗരം മസാല ചേർക്കുന്നില്ല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് ആദ്യം നമുക്ക് ക്രഷായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഏകദേശം 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അരപ്പിനൊരു പച്ചമണമൊക്കെ ഉണ്ട്, ആ ഉള്ളിയുടെയൊക്കെ ഒരു മണം പോകാൻ വേണ്ടിയിട്ടാണ് ഇന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഇപ്പോൾ മണമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആടിൻ്റെ മൂള ചേർത്ത് കൊടുക്കണം. രണ്ട് ആടിൻ്റെ ബ്രെയിൻ ഉണ്ട്. ഇത് നല്ലോണം ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിലേക്ക് ചേർത്തതിന് ശേഷം നല്ലോണം ഒന്നുകൂടി ഇളക്കി ഈ അരപ്പെല്ലാം അതിലേക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ചതച്ച വെള്ളമില്ലേ മിക്സിയുടെ, ആ ചതച്ച വെള്ളം നമുക്ക് അതിലേക്ക് ചേർത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല. ഇപ്പോൾ ഏകദേശം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്നുകൂടി അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ച് ഡ്രൈ ആക്കാം. ഇപ്പം നമ്മൾ ഈ ചേർക്കേണ്ട ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് 2 മിനിറ്റ് വേവിക്കാം അടച്ച് വെച്ച്. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. ഈ പാകമാകുമ്പോഴത്തേക്ക് നമുക്ക് 2 കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുട്ട കൂടുതൽ വേണ്ടവരാണെങ്കിൽ കൂടുതൽ മുട്ട ചേർക്കാം. ഇതിപ്പോൾ 2 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നമ്മളിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ ഈ തോരൻ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഏകദേശം ഡ്രൈ ആയി വരും. ഇത് വെള്ളമായിട്ടൊന്നും കിടക്കരുത്, അടിയിലും പിടിക്കരുത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ നമുക്കിത് കറക്റ്റ് കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഏകദേശം വെള്ളമൊക്കെ അബ്സോർബായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനല്ല. കാരണം ഇതിന് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം വേണം ഇത് വാങ്ങാൻ. അപ്പം നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റും ഉണ്ടാവും. വെളിച്ചെണ്ണ തന്നെ ഇത് കഴിവതും ഉണ്ടാക്കണം, എന്നാലേ ഇത് അതേ ടേസ്റ്റി കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനെല്ലാം ഞാൻ ഇൻബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം മൂള പൊരിച്ച് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇനി ഇതിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. മൂള പൊരിച്ച് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കുവാണെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏൻസ് കിച്ചൻ്റെ വേറെ വീഡിയോ നല്ല റെസിപ്പിയായി വരുന്നവരെ ഓക്കെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.